OP Vigilance, Kerala 2025, Petitioner, Shine State, Respondent, State of Kerala. Please proceed. Yes, sir. Sir, കേരളത്തിലെ PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുകയും പിന്നീട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ ശമ്പള വർധനം എന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് PSC അംഗങ്ങളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇതര മേഖലകളിൽ നിന്നും അപ്പുറം PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ ശമ്പള വർദ്ധനവ് സ്വാഭാവികമായും സർക്കാരിന് നിലവിൽ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ബോധിപ്പിക്കാൻ. സർ, കേരളത്തിലെ ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ PSC ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും ഇത് വർദ്ധിപ്പിക്കുന്നതിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ 2016 ശേഷം ഇതുവരെ അവരുടെ ശമ്പള വർധനവും നടപ്പാക്കിയിട്ടില്ല എന്ന കാര്യവും ഓർമ്മിക്കേണ്ടത്. നിലവിൽ എത്ര പേരാണ് PSC അംഗങ്ങളുള്ളത്? സർ, നിലവിൽ ചെയർമാൻ അടക്കം 21 പേരാണ് സാർ ഇപ്പോൾ PSC. സാർ, അതാണ് നിലവിലെ കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നം. സാർ, രേഖകൾ പ്രകാരം കേന്ദ്രത്തിൽ UPSCക്ക് ചെയർമാൻ അടക്കം 11 പേർ മാത്രം. കേന്ദ്രത്തിൽ UPSC നിയമനങ്ങൾക്ക് 11 അംഗങ്ങൾ മാത്രം ആവശ്യമുള്ളപ്പോൾ സർ, കേരളത്തിൽ ഇത്രയധികം PSC അംഗങ്ങളുടെ ആവശ്യകത എന്താണ് എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം ആവശ്യമാണ്. 2, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തിനേക്കാളും ഇരട്ടി വിസ്തൃതിയിലും ജില്ലകളുടെ ബാഹുല്യം കൊണ്ട് 39 ജില്ലകളുള്ള തമിഴ്നാട്ടിൽ അവിടെ കേവലം 14 പേര് മാത്രമാണ് സർ PSC അംഗങ്ങളായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നമ്മളെക്കാളും കൂടുതൽ വിസ്തൃതിയും ജനസംഖ്യയുമുള്ള കർണാടകയിൽ വെറും 9 പേര്. മഹാരാഷ്ട്രയിലാകട്ടെ ചെയർമാൻ അടക്കം 5 പേർ മാത്രം. ഈ കൈവെള്ളയിൽ എണ്ണാവുന്ന 5 പേർ മാത്രമാണ് മഹാരാഷ്ട്രയിലെ PSC അംഗങ്ങളുടെ മൊത്തമാണ്. ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളെക്കാൾ ഒന്നും വലുതല്ലാത്ത കേരളത്തിൽ മാത്രം 21 PSC അംഗങ്ങളുടെ അനിവാര്യത എന്താണ് എന്നുള്ളത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സുതാര്യമായി ജനങ്ങൾക്കും കൂടി മനസ്സിലാക്കുന്ന ഭാഷയിലുള്ള ഒരു വിശദീകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. സർ, ഇത്രയധികം ആളുകൾക്ക് എന്താണ് പണി? സർ, ബാക്കി പറയുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്, തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകൾ തന്നെയാണ് PSC മെമ്പർമാരായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരിക്കൽ പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിന്ന് ഒരിക്കൽ പോലും 21 അംഗങ്ങളോ ഉണ്ടായിരുന്നത് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. PSC അംഗങ്ങളുടെ എണ്ണം ഇതേവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. 21 അംഗങ്ങളുള്ള കേരളത്തിലെ PSC അംഗങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉള്ളതായി കാണാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഭരണത്തിലേറുന്ന കക്ഷികളുടെ അല്ലെ ആ മുന്നണിയുടെ ഓരോ ഘടകകക്ഷികൾക്കും സീറ്റ് ആനുപാതികമായി വീതിച്ചു കൊടുക്കുന്നു. ഈ വീതിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരവർക്ക് അത് യഥേഷ്ടം, അത് വിദ്യാഭ്യാസമുണ്ട് ഇല്ല എന്നുള്ള മാനദണ്ഡത്തിന് അപ്പുറം രാഷ്ട്രീയപരമായ താല്പര്യം മാത്രമാണ് സാർ ആ കാര്യത്തിൽ ഈ സർക്കാരിനും ഈ മുന്നണിക്കുമുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പ്രോസിക്യൂഷൻ സംസാരിച്ചപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഏറ്റവും ഉചിതമാണ്, ബിരുദമുള്ളവർക്കുമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ബിരുദം മാത്രം പോരാ. ആ ബിരുദം കൊണ്ട് ഇവരെ നിയന്ത്രിക്കുന്നത് 10ാം ക്ലാസ്സും കുസ്തിയുമുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഘടകകക്ഷികളായ പാർട്ടികൾക്ക് ഓരോരോ അംഗത്തെ നിയമിക്കുന്നതിനുള്ള അവകാശങ്ങൾ കൊടുത്തിരുന്നു സാർ. ആ അംഗങ്ങളെ പണം വാങ്ങി 65 ലക്ഷം രൂപയും 75 ലക്ഷം രൂപയും അതിന് വിൽപ്പന ചരക്കാക്കിക്കൊണ്ടാണ് PSC അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടി ഘടകകക്ഷികൾ ആ സൗകര്യത്തെ ദുരുപയോഗം ചെയ്തത് സാർ. അത് ഏത് പ്രതിബദ്ധതയാണ്? ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണോ, തൊഴിൽ രഹിതരോടുള്ള പ്രതിബദ്ധതയാണോ എന്നൊന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രതിബദ്ധതയുള്ള NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം
കേരളത്തിൽ PSC ഓഫീസർ, തിരുവനന്തപുരത്ത് PSC ഓഫീസിന്റെ അവിടെ ധർണാ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അവിടെ ധർണാ സമരം സംഘടിപ്പിക്കേണ്ടതായ സാഹചര്യം വന്നത് ഒരു 1-2 പാർട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് PSC അംഗത്വത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് 65 ലക്ഷം രൂപയും 75 ലക്ഷം രൂപയ്ക്കും അവർ ആ സ്ഥാനം വിറ്റു എന്ന് മാത്രമല്ല, അതിൽ അവിടെ പാളയത്തിൽ തന്നെ പണയുണ്ടാവുകയും അത് പത്രമാധ്യമങ്ങളിലൂടെയും ആ പാർട്ടികളിൽ പോലും സ്വാഭാവികമായും വാർത്തകളായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ വിശ്വസിക്കുകയാണ് സാർ. ഇങ്ങനെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് 21 പേരുടെ ബാഹുല്യം, അത് ജനങ്ങളുടെ മേൽ ഇവർക്കുള്ള ശമ്പളം എത്രയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഇവർ കൊടുക്കുന്നത്. കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ശമ്പളവും DA മറ്റ് ആനുകൂല്യങ്ങളും മറ്റ് വാഹന സൗകര്യങ്ങളും എല്ലാം ഇവർ കൊടുക്കുമ്പോൾ ഇവർ ഇവിടുത്തെ തൊഴിൽ രഹിതരോട് കൊഞ്ഞനം കുത്തുന്ന കാഴ്ചയാണ് സാർ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ കേരളത്തെ പോലുള്ള ചെറിയൊരു സംസ്ഥാനത്ത്, മഹാരാഷ്ട്രയിൽ വെറും 5, കേന്ദ്രത്തിൽ 11, 14 എന്ന് പറയുമ്പോൾ കേരളത്തിൽ 21 എന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ കോടതിക്കും സാധാരണ ജനങ്ങൾക്കും ശരിയായ രീതിയിൽ മനസ്സിലാകുന്ന ഒരു വിശദീകരണത്തിന് ബാധ്യത അവരുടെ തന്നെയാണ് സാർ. പ്രോസിക്യൂഷൻ സാർ, വാദിഭാഗം പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ സർക്കാർ യോജിക്കുന്നില്ല. കാരണം 21 പേര് എന്ന് പറയുന്നത് PSCക്ക് ഇപ്പം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരോ ഈ സർക്കാരോ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. 21 പേർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. സർ, അല്ല, PSC മെമ്പർമാർ കോഴ എടുത്തുകൊണ്ട് എന്തുമാത്രം ഇത്ര മെച്ചം കിട്ടുന്നു? 60 ലക്ഷം കൊടുത്തിട്ട് അവർക്ക് എന്ത് ലക്ഷമാണ് കിട്ടുന്നത്? അവർക്ക് കിട്ടുന്ന മെച്ചം ഇവരുടെ കാലാവധി 6 വർഷക്കാലത്തേക്കാണ് നിയമം. 6 വർഷ കാലാവധിക്ക് ശേഷം അവരുടെ വിരമിക്കുന്ന കാലഘട്ടത്തിലേക്ക് ജീവിതാവസാനം വരെയും വലിയ തുകയാണ് സാർ പെൻഷനായും മറ്റ് ആനുകൂല്യങ്ങളുമായും ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത്, സർക്കാർ കൊടുക്കുന്നത്. അതെല്ലാം ജനങ്ങളുടെ മേലുള്ള അതിക്രമമായിട്ട് കാണാൻ കഴിയും സാർ. ഇവിടെയെല്ലാം ഇദ്ദേഹം പറഞ്ഞത്, പ്രോസിക്യൂഷൻ പറഞ്ഞത് വളരെ തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി നേതാക്കൾ കോഴ വാങ്ങിയതായി സംബന്ധിച്ച വാർത്തകൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ആ പത്രവാർത്തകൾ ഈ ബഹുമാനപ്പെട്ട കോടതി, ആ വാർത്ത ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഓർമ്മിക്കുകയാണ് സാർ. അതോടൊപ്പം തന്നെ ഇത് വിറ്റ് കിട്ടുന്ന പണം അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ പാർട്ടിയുടെ പോലും വളർച്ചയ്ക്ക് അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം കൂടി ഇതിന് പിന്നിലുണ്ട് സാർ. സാർ, 21 പേർ തന്നെ വേണം, അവരുടെ ശമ്പള വർധനവ് വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇത് ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണോ ഈ പറയുന്നത്? അതോ സാർ, ഇതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് കിട്ടും സാർ. ഒരു PSC അംഗത്തിന്റെ ഇപ്പോഴത്തെ ശമ്പളം എന്ന് പറയുന്നത് 2,23,000 സാർ. 2,23,000. കൂടാതെ DA CT കോമ്പൻസേഷൻ അലവൻസുകൾ, ഒരു കാറും താമസിക്കാൻ ഒരു ഫ്ലാറ്റും, പിന്നെ വീട്ടുകാർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ്, കൂടാതെ മറ്റ് സുഖസൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നു സാർ. അതായത് ഒരു ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന ശമ്പളമാണ് നിലവിൽ ഡിഗ്രിയും കുസ്തിയുമായി നടന്ന് രാഷ്ട്രീയക്കാരുടെ ബലത്തിൽ PSC അംഗമാകുന്ന ഒരു PSC അംഗത്തിൽ ലഭിക്കുന്നത്. ഇതൊരു ദുഃഖകരമായ സത്യമാണ് സാർ. അതോടൊപ്പം തന്നെ PSC ചെയർമാന് 2,26,000 രൂപ, 2,26,000 rupees പെർ മന്ത്. അതിനും കൂടാതെ മറ്റ് ആനുകൂല്യങ്ങൾ പുറമേ. ഇതാണ് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇവരുടെ ആവശ്യം നിലവിൽ കേരളം മറചട്ടിയിൽ തിളച്ചു മറിയുമ്പോൾ, ജനങ്ങൾ ജീവിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ PSC അംഗങ്ങളുടെ ഈ സുഖസൗകര്യങ്ങൾ അവർക്ക് പോരാ എന്ന് അവർ ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ സർക്കാരിന്റെ പിൻബലം പോലും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സമ്മർദ്ദം, സർക്കാർ ഇതിന് പുറകിൽ ഇവർക്കൊപ്പമാണ് എന്ന ബോധ്യം പത്രമാധ്യമങ്ങളിൽ നിന്ന് വരികയാണ് സാർ. മറ്റ് ജീവനക്കാർ ശമ്പള വർധനവിന് വേണ്ടി, സർക്കാരിന്റെ മറ്റ് ജീവനക്കാർ ശമ്പള വർധനവിന് വേണ്ടി തെരുവിലൂടെ എരിവെയിലത്തും പൊരിവെയിലത്തും മുദ്രാവാക്യങ്ങൾ മുഴങ്ങി നടക്കുമ്പോൾ അവരെ കാണാതെ PSC അംഗങ്ങളെ അവർക്ക് ശമ്പള വർധന കൊടുക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ് സാർ? അവർക്ക് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഘടകകക്ഷികൾക്ക് സീറ്റ് വിൽക്കാൻ കൊടുക്കുന്നുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് എങ്കിൽ മുഖ്യകക്ഷികൾക്ക് അതിന്റെ ഒരു വീതം പോലും ഉണ്ട് എന്നൊരു സംശയ ന്യായമായും ജനങ്ങളിലുണ്ട് സാർ. ഇത്തരം കാര്യങ്ങളാണ്, ഇതുപോലെയുള്ള നെറുകെട്ട രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ഇന്നത്തെ ശാപം സാർ. ഇതിൽ സ്വാഭാവികമായും ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇത്തരം അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച് PSC അംഗം നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ
കോഴ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. വിജിലൻസിൽ, മോട്ടോർ വിജിലൻസിൽ സാർ, അവിടെ ആ പരാതിയിൽ മേൽ അടയിരിക്കുകയാണ്. എന്താണ് അടയിരിക്കേണ്ട സാഹചര്യം വന്നത്? ആ ഫയലുകൾ നീങ്ങിയില്ല എന്ന് മാത്രമല്ല, അതിനു മേളിൽ പൊളിറ്റിക്കൽ സമ്മർദ്ദം വന്നിട്ടുണ്ട് സാർ. അതുകൊണ്ടാണ് വിജിലൻസ് കോടതി പോലും ഈ പരാതി ഗൗരവത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച് നിൽക്കുന്ന എല്ലാ മേഖലകളിലും, സമഗ്ര മേഖലകളിലും പരാജയമാണ് സാർ ഈ സർക്കാർ. സാർ, ഇല്ല, PSC അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. മാത്രമല്ല, സാമ്പത്തികമായി ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരിക്കലില്ല. ഞങ്ങളെപ്പോലുള്ള ജില്ലാ ജഡ്ജിമാർക്ക് പോലും ലഭിക്കുന്നത് പെൻഷൻ ആയി കഴിഞ്ഞാൽ 15,000 മുതൽ 30,000 രൂപയാണ്. 6 വർഷം ജോലിയെടുത്ത ഒരു PSC മെമ്പർ റിട്ടയർ ചെയ്യുമ്പോൾ 1.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇന്ത്യൻ പ്രസിഡന്റ് 6 വർഷമാണ് ഒരു കാലാവധി. അവർക്ക് പോലും ഇത്തരം പെൻഷൻ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് സർക്കാർ വളരെ സീരിയസ് ആയിട്ട് കണ്ടത് തീരുമാനമെടുക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ ഗൗരവമായി ചിന്തിക്കണം. മാത്രമല്ല, ഇതിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ ബാക്കി വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് കോടതിയെ പറ്റി പറയാനുള്ളത്. പ്ലീസ്. ഇതിൽ കേരളത്തിൽ പ്രതിവർഷം 6 കോടി രൂപയോളമാണ് ഈ PSC അംഗങ്ങൾക്ക് ശമ്പള ഇനത്തിൽ കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പോകുന്നത്. ഈ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 6 കോടി രൂപ, 6 ലക്ഷമല്ല സാർ, 6 കോടി രൂപ പ്രതിവർഷമാണോ? പ്രതിവർഷം 6 കോടി രൂപ ഇത്തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് തൊഴിൽ രഹിതർക്ക് എന്ത് നീതിയാണ് സാർ നടപ്പിലാക്കുന്നത്? അനീതിക്കും അവരുടെ കൊള്ളരുതായ്മയ്ക്കും വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്നും കോടിക്കണക്കിന് ഉറുപ്പിക പോകുന്നതോടൊപ്പം ഇനിയൊരു വർധനവുണ്ടായാൽ സ്വാഭാവികമായും ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പ്രതിപക്ഷം 4 കോടി രൂപ അധികമായി നഷ്ടപ്പെടും സാർ. ഇതുകൊണ്ട് ഇവിടെ തൂത്തടിക്കുന്നു എന്നുള്ളതല്ലാതെ സാധാരണക്കാർക്കും പ്രത്യേകിച്ച് തൊഴിൽ രഹിതർക്കും യാതൊന്നും നേട്ടമായി അവസാനിക്കുന്നില്ല, അത് ഭവിക്കുന്നില്ല എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. യെസ്, കേസ് is passed for orders.